Let's start learning English. Hello all. Welcome to class 29. 29ാമത്തെ ക്ലാസ്. 29ാമത്തെ ക്ലാസ് എത്തി അല്ലേ? എല്ലാവരും വേഗം ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ, ഇന്ന് ടീച്ചർ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം എഴുതുമ്പോൾ. ഓക്കെ, നമുക്ക് ഒന്ന് വാക്കുകളും V1 ഫോം, ബേസ് ഫോം എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കാം. ഓക്കെ, റെഡി അല്ലേ? ടീച്ചറുടെ കൂടെ തന്നെ പറയണേ. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടയർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫോൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറക്കുക, ഗിവ് നൽകുക കൊടുക്കുക, ഹിയർ കേൾക്കുക, ലിസൺ കേൾക്കുക അതായത് ശ്രദ്ധിച്ചു കേൾക്കുക, ലിസൺ കീപ് വയ്ക്കുക, നോ അറിയുക. ഓക്കെ, ഇത്രയും വാക്കുകൾ നമ്മൾ കടന്നു വന്നു. അതിനോരോന്നിനും നമ്മൾ 5 അതിൽ കൂടുതലോ സെൻറ്റൻസസ് കണ്ടു. കണ്ടത് മാത്രമല്ല, നമ്മൾ വായിച്ചു എഴുതി വായിച്ചു പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവണം. ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ താല്പര്യത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അല്ല അത് സമീപിച്ചതെന്നാണ്. അപ്പോൾ ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ. ഓക്കെ, എല്ലാവരും സെക്കൻഡ് അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ, സ്കിപ്പ് ചെയ്ത് സ്പീഡാക്കിയിട്ടൊന്നും കാണരുത്. വീഡിയോ എന്താണോ സ്പീഡിലുള്ള ആ സ്പീഡിൽ തന്നെ കാണുക. കുറച്ച് ടീച്ചറിൻ്റെ സംസാരം ബോറായി തോന്നും, സാരമില്ല, കുറച്ച് നേരത്തേക്കൊന്ന് ക്ഷമിക്കുക, സഹിക്കുക, പൊറുക്കുക. ഓക്കെ, രണ്ടാമത്തെ അറ്റൻഡൻസ് എല്ലാവരും ഇട്ടില്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. ഇന്നത്തെ നോക്കൂ, എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? മുകളിലത്തെ സ്റ്റെപ്പിലുള്ള ഒരാൾ താഴത്തെ സ്റ്റെപ്പിലുള്ള ഒരാൾക്ക് കൈ കൊടുക്കുകയാണ് അല്ലേ? എന്തിനാണ്? പിടിച്ചുയർത്താൻ. പിന്നെ വലതുവശത്ത് എന്താ കാണുന്നത്? 1 2 3 ആളുകൾ നിൽക്കുകയാണ്. അതിൽ ഒരു എയറോ പോലെ. ആ എയറോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? മുകളിലോട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു രീതിയാണ് എന്നാണ്. അത് തന്നെയാണ് ഈ ലീഡ് അല്ലെങ്കിൽ നയിക്കുക. ഈ വാക്കിന് നമ്മൾ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾ എന്നുള്ള ഒരു അർത്ഥം വരും. പക്ഷേ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. ഈ ലീഡ് എന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്നല്ല, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ആൾ മുന്നിൽ നിൽക്കുന്ന ആൾ ആണ് എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. ഒരു ലീഡ് ചെയ്യുന്ന ആൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് വെറുതെ വിളിച്ചു പറഞ്ഞൊന്നും ചെയ്യാതിരിക്കുന്ന ആളല്ല. എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് കാണിച്ചു തന്ന് കൈപിടിച്ച് നമ്മളെ അങ്ങനെ ചെയ്യാൻ കൊണ്ട് ചെന്നെത്തിക്കുന്ന ആളാണ് ശരിയായ ഒരു ലീഡ് ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിക്കുക എന്നുള്ള ഒരു ജസ്റ്റ് ഒരു വാക്ക് വെച്ച് നമ്മളതിനെ ചുരുക്കി പറയാൻ പാടില്ല. നയിക്കുന്ന ആൾ,
ആളെങ്ങനെയായിരിക്കണം, ആ കാര്യം എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് വിശദീകരിച്ച് തരികയും അത് ചെയ്ത് കാണിച്ചു തരികയും അത് ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുകയും അതിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുകയും നമ്മളെ മുന്നോട്ട് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും പോകുമ്പോൾ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ആളാണ് ശരിക്കും ശരിയായ നയിക്കുന്നയാൾ. ഓക്കെ, അതാണ് ലീഡിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലീഡിങ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റ് 2 പേര് തമ്മിലൊരു മത്സരം നടക്കുമ്പോൾ വോട്ടെടുപ്പിലൊക്കെ പറയും ഇയാൾ മറ്റേയാളെക്കാളും ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അത് മുന്നിൽ, അതായത് നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതായത് ആ റിസൾട്ട് നയിക്കുന്നത് ആരാണ്? ഈ ആദ്യം നിൽക്കുന്ന വ്യക്തിയുടെ റിസൾട്ടാണ്. മനസ്സിലായോ? ആ റിസൾട്ട് നയിക്കുന്നു, മുന്നിൽ നിൽക്കുന്നു. മനസ്സിലായി? മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയും അർത്ഥം പറയുന്നു. ഓക്കെ, പക്ഷെ ശരിക്കും ഒരു ലീഡിങ് പേഴ്സൺ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിക്കും നമ്മൾ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മളിതിനെ വിശദമായി പഠിക്കും, ആഴത്തിൽ പഠിക്കും. നിങ്ങൾക്ക് അത് ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും വാട്ട് ഈസ് മെൻ ബൈ ലീഡിങ് ആൻഡ് ഹൂ ഈസ് റിയലി എ ലീഡർ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ കാണിക്കുന്ന ചിത്രം അതാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്. താഴെയുള്ള ആളുകളെ മുകളിലേക്ക് പിടിച്ചുയർത്താൻ മടിയില്ലാത്ത വ്യക്തി, അതാണ് ലീഡർ. ഓക്കെ, ഇതിൽ മുകളിലുള്ള ആൾ ലീഡറാണ്. പക്ഷേ മറ്റേ വലതുവശത്ത് കാണുന്നതിൽ ഇപ്പോൾ ലീഡർ ആരാണെന്നൊന്നുമില്ല. ചിലപ്പോൾ വേറെ എന്തോ ആണ് അവരെ ലീഡ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ഫോഴ്സ് ആയിരിക്കാം അവരെ ലീഡ് ചെയ്യുന്നത്. നമ്മൾ പല രീതിയിലുള്ള ഫോഴ്സസ് ലീഡ് ചെയ്യും അല്ലേ. ചിലപ്പോൾ നമുക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, ചിലത് നമുക്ക് സാലറി പ്രതിഫലത്തിന് വേണ്ടി ചെയ്യും. ഓക്കെ, ചിലത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ചെയ്യും. അപ്പോൾ നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്തുമാകാം. നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ നമുക്ക് ലീഡാവാം, നമ്മളെ ലീഡ് ചെയ്യാം, എന്തുമാവാം. എന്തായാലും ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ദിശയിലേക്ക് നയിക്കുക എന്നാണ് അർത്ഥം. നയിക്കുക. ഓക്കെ, ലീഡ് ചെയ്യുക, ലീഡ്, നയിക്കുക. ഓക്കെ, ലീഡ്, LEAD, ലീഡ്, നയിക്കുക, ലീഡ്, നയിക്കുക. ഓക്കെ, LEAD, ലീഡ്, നയിക്കുക. ഇനി എങ്ങനെ നമ്മൾ നയിച്ചു എന്ന് പറയും? ഈ LEAD എന്നുള്ള വാക്കിൽ നിന്നും ആ A എന്നുള്ള ആൽഫബറ്റിനെ ഒന്ന് പുറത്തേക്ക് തള്ളിയിടുന്നു. അപ്പോഴതെന്ത് ബാക്കിയായി? ലെഡ്. ലീഡ്, ലെഡ്. V1 ഫോം ബേസ് ഫോം ലീഡ്, V2 ഫോം പാസ്റ്റ് ഫോം ലെഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലെഡ്. നയിക്കുക, നയിച്ചു, നയിക്കപ്പെട്ടു. ഓക്കെ, ലീഡ്, ലെഡ്. നയിക്കുക, ലീഡ്. നയിച്ചു, ലെഡ്. നയിക്കപ്പെട്ടു, ലെഡ്. V1 ഫോം ബേസ് ഫോം ലീഡ്, V2 ഫോം പാസ്റ്റ് ഫോം ലെഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലെഡ്. ഓക്കെ, ലീഡ്, ലെഡ്. ലീഡ്, ലെഡ്. ലീഡ്, നയിക്കുക, ലെഡ്, നയിച്ചു, ലെഡ്, നയിക്കപ്പെട്ടു. ഓക്കെ അല്ലേ മക്കളെ? സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. ലീഡ്, ലെഡ്. നമ്മൾ റീഡ്, റെഡ് എന്ന് പറഞ്ഞതുപോലെ അല്ല ഇവിടെ. റീഡ്, റെഡിൽ എങ്ങനെയാണ്? 3ലും സ്പെല്ലിംഗ് കറക്റ്റ് സെയിം ആയിരുന്നു. READ റീഡ്, READ റെഡ്, READ റെഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. LEAD ലീഡ്, പക്ഷെ ലെഡിന് LED ഉള്ളൂ. പുറത്താക്കി, ചവിട്ടി പുറത്താക്കി അല്ലേ? ലീഡ്, ലെഡ്. V1 ഫോം ബേസ് ഫോം ലീഡ്, നയിക്കുക. V2 ഫോം പാസ്റ്റ് ഫോം ലെഡ്, നയിച്ചു. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലെഡ്, നയിക്കപ്പെട്ടു. ലീഡ്, ലെഡ്. ലീഡ്, ലെഡ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് പറയണം? നയിക്കുന്നു, ING അല്ലേ? V4 ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. നയിക്കുന്നു, ലീഡിങ്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല. ലീഡ് എന്നുള്ള വാക്കിൽ ING ചേർക്കുക. LEAD ലീഡ് പ്ലസ് ING ലീഡിങ്. ഒന്നും എടുത്ത് കളയാനും കൂട്ടി ചേർക്കാനൊന്നുമില്ല. ജസ്റ്റ് ലീഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി ING വെക്കുക. ഓക്കെ, ലീഡിങ്, ലീഡ്, ലെഡ്, ലീഡിങ്. ലീഡ്, നയിക്കുക, ലെഡ്, നയിച്ചു, ലീഡിങ്, നയിക്കുന്നു. ലീഡ്, ലെഡ്, ലീഡിങ്. ലീഡ്, ലെഡ്, ലീഡിങ്. ലീഡ്, നയിക്കുക,
led നയിച്ചു, leading നയിക്കുന്നു. V1 form base form lead, V2 form past form led, V3 form past participle form led, V4 form present participle form leading, V5 form third person singular present form leads. ലീഡ്സ് LEADS. ഒരു വ്യത്യാസമൊന്നും വരുത്താനില്ല. ലീഡിൻ്റെ ഒപ്പം കൊണ്ടുപോയി അവിടെ എസ് ചേർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ലീഡ്സ്, ലീഡ്, ലെഡ്, ലെഡ്, ലീഡിങ്, ലീഡ്സ്. V1 form base form lead, V2 form past form led, V3 form past participle form led, V4 form present participle form leading, V5 form third person singular present form leads. Lead, led, led, leading, leads. Lead, led, led, leading, leads. V1 form base form lead, V2 form past form led, V3 form past participle form led, V4 form present participle form leading, V5 form third person singular present form leads. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെയൊക്കെ കൊണ്ടുപോയി സെന്റൻസസിലിടാം അല്ലേ? The dog will lead you home. The dog will lead you home. നായ നിങ്ങളെ വീട്ടിലേക്ക് നയിക്കും. അപ്പം ചിന്തിക്കും, ഇത് ഈ നയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കുക, ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ അല്ലേ അർത്ഥം എന്ന് ടീച്ചർ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും. ഇവിടെ ഇവർക്ക് എവിടെയോ എത്താനുണ്ട്. എവിടെയാണ് എത്തേണ്ടത്? വീട്ടിലേക്ക്. ആ വീട്ടിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു, നയിക്കുന്നു. ഓക്കെ, നായ. ഇവിടെ നായ നിങ്ങളെ വീട്ടിലേക്ക് നയിക്കുമെന്നാണ് അർത്ഥമുള്ളത്. ദ ഡോഗ് വിൽ ലീഡ് യു ഹോം. ദ ഡോഗ് വിൽ ലീഡ് യു ഹോം. ഇവിടെ ഡോഗ് എന്നുള്ള വാക്കിലും ഓയുണ്ട്, അതുപോലെ തന്നെ ഹോം എന്നുള്ളതിലും ഓയുണ്ട്. ഇതിലേതിലാണ് ഷോർട്ട് വവൽ ശബ്ദം, ഏതിലാണ് ലോങ് വവൽ ശബ്ദം എന്ന് ഒന്ന് കോമെന്റ് ചെയ്യുക. ഓക്കെ, ദ ഡോഗ് വിൽ ലീഡ് യു ഹോം. ദ ഡോഗ് വിൽ ലീഡ് യു ഹോം. ഓക്കെ, the watchman led us to your house. The watchman led us to your house. Watchman ഞങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് നയിച്ചു. The watchman led us to your house. The watchman led us to your house. He has led the team before. He has led the team before. He has led the team before. Okay, ഇവിടെ led, has led, അതിൻ്റെ അർത്ഥം എന്താണ്? അത് V3 ഫോം ആണ്. ഓക്കെ, അദ്ദേഹം മുൻപ് ടീമിനെ നയിച്ചിട്ടുണ്ട്. മുൻപ് അദ്ദേഹം ടീമിനെ നയിച്ചിട്ടുണ്ട്. അദ്ദേഹം, അയാൾ, അവൻ എന്നൊക്കെ തന്നെയാണ് അർത്ഥം. He has led the team before. ഓക്കെ, അദ്ദേഹം, അയാൾ മുമ്പ് ടീമിനെ നയിച്ചിട്ടുണ്ട്. He has led the team before. She is leading the parade. 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 Raid. A എന്ന് പറഞ്ഞു കേട്ടോ. Ray. ഓക്കെ, parade. She is leading the parade. She is leading the parade. അവൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പരേഡ് എന്നൊന്നും പറയില്ല, പരേഡ് എന്ന് പറയും അല്ലേ. പരേഡ് നയിക്കുന്നു. അവൾ പരേഡ് നയിക്കുന്നു. ഷീ ഇസ് ലീഡിങ് ദ പരേഡ്. പരേഡ്. റെയ്ഡ്. റെയ്ഡ് ഒരുമിച്ചാണ്. റെയ്ഡ് എന്ന് പറയരുത്. ഇറ്റ് ഇസ് റെയ്ഡ്. പരേഡ്. പരേഡ്. ഷീ ഇസ് ലീഡിങ് ദ പരേഡ്. മിനു ലീഡ്സ് ദ ഡാൻസ്. മിനു നൃത്തം നയിക്കുന്നു. മിനു ലീഡ്സ് ദ ഡാൻസ്. അവളാണത് ചെയ്യുന്നത്. ഓക്കെ, മിനു ലീഡ്സ് ദ ഡാൻസ്. മിനു ലീഡ്സ് ദ ഡാൻസ്. ദ ഡോഗ് വിൽ ലീഡ് യു ഹോം. ദ വാച്ച്മാൻ ലെഡ് us to your house. He has led the team before. She is leading the parade. Minu leads the dance.
ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണേ. ഇതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട വാക്ക് മെയിനായിട്ട് പറയുടെ ഉണ്ട്, പിന്നെ ഏതാണ് ബാക്കിയൊക്കെ അറിയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ 3 തവണ നമുക്ക് വായിക്കാം. ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണേ. The dog will lead you home. The dog will lead you home. The dog will lead you home. The watchman led us to your house. The watchman led us to your house. The watchman led us to your house. He has led the team before. He has led the team before. He has led the team before. She is leading the parade. She is leading the parade. അല്ലേ, അവിടെ കൊണ്ടുപോയി ഫുൾ സ്റ്റോപ്പ് ഉള്ള സമയത്ത് ഉച്ചരിക്കുന്ന രീതിയിലല്ല ടീച്ചർ ആദ്യം ഉച്ചരിച്ചല്ലേ, കൊണ്ടുപോയി നിർത്തണം അല്ലേ. She is leading the parade. She is leading the parade. She is leading the parade. Okay. Minu leads the dance. Minu leads the dance. Minu leads the dance. Okay അല്ലേ. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? ലീഡ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഒക്കെ എഴുതണം. ഓക്കെ, ലീഡ്, ലെഡ്, ലെഡ്, ലീഡിങ്, ലീഡ്സ്. ലീഡ്, ലെഡ്, ലെഡ്, ലീഡിങ്, ലീഡ്സ്. ഓക്കെ, എല്ലാവരും V1, V2, V3, V4, V5 ഒക്കെ എഴുതിയേ. അടുത്ത അറ്റൻഡൻസ് ആണേ. എഴുതൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് കടക്കാം. അടുത്ത വാക്ക് എന്താണ്? കടം കൊടുക്കുക. ലെൻഡ്, ലെൻഡ്. കടം കൊടുക്കുക, ലെൻഡ്. കടം കൊടുക്കുക. ലെൻഡ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ 2 ചിത്രം വെച്ചു. ഒന്ന് ലെഫ്റ്റിൽ എന്താ ഉള്ളത്? ഒരു കൈ താഴെ ഒരു കൈ മുകളിൽ. ആ മുകളിലുള്ള കയ്യിൽ പണമുണ്ട്, അതായത് കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, കടം കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു അല്ലേ. ആ സഹായം എന്നുള്ളത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആകുന്ന എവിടെയാണ്? നമ്മുടെ വലതുവശത്തുള്ള ചിത്രത്തിൽ അതാ ഒരാൾ നിലത്തിരിക്കുകയാണ്, അയാൾ കൈ നീട്ടുകയാണ്, നിൽക്കുന്ന ആൾ കൈ കൊടുക്കാൻ പോവുകയാണ് അല്ലേ. അതെന്താണ്? ലെൻഡിങ് ഹെൽപ്പ്. സഹായം ചെയ്തു കൊടുക്കുക, സഹായഹസ്തം നീട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലെൻഡ് എന്നുള്ള വാക്കിന് നമ്മൾ കടം കൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അല്ല, അപ്പോൾ ഈ സഹായം കൊടുക്കുന്നത് കടമാണോ? ഒരു തരത്തിൽ കടമൊക്കെ തന്നെ അല്ലേ. നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരു വേള അയാൾക്ക് തന്നെ അത് വീടപ്പെടും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയാൾ സഹായമായി കൊടുക്കും. രണ്ടായാലും ഒരുതരം വീട്ടുന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സഹായിക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുക. ഓക്കെ, ലെൻഡ്, LEND, ലെൻഡ്, ലെൻഡ്. ഓക്കെ, ലെൻഡ്, d. ഓക്കെ, ലെൻഡ്. കടം കൊടുക്കുക, ലെൻഡ്, LEND, ലെൻഡ്, 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 LEND, ലെൻഡ്. കടം കൊടുക്കുക, ലെൻഡ്, കടം കൊടുക്കുക, LEND, ലെൻഡ്, കടം കൊടുക്കുക. ഇനി കടം കൊടുത്തു എന്നാണെങ്കിലോ LEND, ലെൻഡ്, കടം കൊടുക്കുക. അത് കടം കൊടുത്തു എന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ D എന്നുള്ള അക്ഷരത്തെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ T ചേർക്കണം. D കളഞ്ഞ് T ചേർക്കണം. അപ്പോൾ ലെൻറ്റ്, ലെൻറ്റ്, T. അത് ശരിക്കും കൃത്യമായിട്ട് ആ T ഉച്ചരിക്കുകയും വേണം. കാരണം നമ്മുടെ ലെൻറ്റും തമ്മിലുള്ള അർത്ഥം വളരെ വ്യത്യാസമുള്ളതാണ്. അതായത് വലിയ വ്യത്യാസം തന്നെയല്ലേ. കൊടുക്കുക, കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാക്കിൻ്റെ ഉച്ചാരണം, വാക്കിൻ്റെ അവസാനത്തുള്ള ഉച്ചാരണം വ്യത്യസ്തമാക്കിയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ 2 വാക്കും ഒരുപോലെ ഇരിക്കും. ചിലവർ ലെൻഡ് എന്നാണ് പറയുക. അതൊന്നുമല്ല. ഒന്നാമത്തത് V1 ഫോം ബേസ് ഫോം ലെൻഡ്, V2 ഫോം പാസ്റ്റ് ഫോം ലെൻറ്റ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലെൻറ്റ്. ഓക്കെ, V2 ഉം V3 ഉം T ആണ്, ലെൻറ്റ്. മറ്റത് D ആണ്, ലെൻഡ്. ഓക്കെ, ലെൻഡ്, ലെൻറ്റ്, ലെൻറ്റ്, ലെൻഡ്, ലെൻറ്റ്, ലെൻറ്റ്, ലെൻഡ്, ലെൻറ്റ്, ലെൻറ്റ്. കടം കൊടുക്കുക, ലെൻഡ്. കടം കൊടുത്തു, ലെൻറ്റ്. കടം കൊടുക്കപ്പെട്ടു, ലെൻറ്റ്. ഓക്കെ, ലെൻഡ്, ലെൻറ്റ്, ലെൻറ്റ്. ഓക്കെ, ലെൻഡ്, ലെൻറ്റ്, ലെൻറ്റ്. V1 form base form lend, V2 form past form lent, V3 form past participle form lent. Okay, lend, lent, lent, lend, lent, lent. Okay. അടുത്തത് എന്താണ്?
ing അല്ലേ? before form present participle lending, lending, lending. lend plus ing എന്താവും? lend ing. lending. ഓക്കെ, lending കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹായഹസ്തം കൊടുക്കുന്നു, സഹായിക്കുന്നു. കടം കൊടുക്കുന്നു, സഹായിക്കുന്നു. ഓക്കെ, lending, lending. V1 form base form lend, V2 form past form lent, V3 form past participle form lent, V4 form present participle form lending, V5 form third person singular present form lends. അതിൽ എന്താണ്? lend കഴിഞ്ഞിട്ടൊരു s ചേർത്താൽ മതി. ഓക്കെ, lends. ഓക്കെ, lend, lent, lent, lending, lends. V1 form base form lend, V2 form past form lent, V3 form past participle form lent, V4 form present participle form lending, V5 form third person singular present form lends. lend, lent, lent, lending, lends. ഇത് നിങ്ങൾ പറയുമ്പോഴേ കണ്ണടച്ച് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ഡിയും ടിയും വരുന്ന സമയത്ത് നിങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, lend, lent, lent, lending, lends. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് സെൻറ്റൻസസിലോട്ട് കൊണ്ടിടണം അല്ലേ? വേഗം കൊണ്ടിടാം. I can lend you my pen. I can lend you my pen. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, CAN can ഷോർട്ട് വവൽ ശബ്ദമാണോ ലോങ് വവൽ ശബ്ദമാണോ? കുറേ പേര് ലോങ് എന്നിട്ടു. ഏത് വകുപ്പിലാണ് മക്കളെ ലോങ് ഉള്ളത്? എ എന്നുള്ള ആൽഫബറ്റിൻ്റെ പേരെന്താണ്? എ. ടീച്ചർ പറഞ്ഞിരുന്നു ആൽഫബറ്റിൻ്റെ പേരെന്താണോ അതാണ് അതിൻ്റെ ലോങ് വവൽ ശബ്ദം. ഈ ക്യാനിൽ കെ എന്നാണോ പറയുന്നത്? അല്ല, ഇറ്റ് ഇസ് ക്യാൻ. ഓക്കെ, സോ അത് ഷോർട്ട് വവൽ ശബ്ദമാണ്. ക്യാൻ, കാറ്റ്, ബാറ്റ്, മാറ്റ്, പാറ്റ്, ദാറ്റ്. ഓക്കെ, ക്യാൻ, പാൻ, മാൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഷോർട്ട് വവൽ ശബ്ദങ്ങളാണ് എ എന്ന ആൽഫബറ്റിൻ്റെ. I can lend you my pen. I can lend you my pen. I can lend you my pen. I can എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും. ഓക്കെ, എനിക്ക് കഴിയും. എന്താണ് കഴിയുന്നത്? lend you നിനക്ക് കടം തരാൻ. my pen എൻ്റെ പേന. എനിക്ക് എൻ്റെ പേന നിനക്ക് കടം തരാൻ കഴിയും, സാധിക്കും. അതിനർത്ഥം എന്താണ്? ഞാൻ നിനക്ക് എൻ്റെ പേന തരാം. സ്വന്തമായിട്ടല്ല, നമ്മൾ ഒരാൾക്ക് എഴുതാൻ കൊടുക്കുമ്പോൾ ഞാൻ നിനക്ക് എൻ്റെ പേന തരാം എന്നല്ലേ പറയൂ, അല്ലാതെ കടം തരാമെന്ന് പറയുമോ? ഇല്ല. പേന തരാമെന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് തിരിച്ചു തരണം തന്നെയാണ്. അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഐ ക്യാൻ ലെൻഡ് യു മൈ പെൻ. ഐ ക്യാൻ ലെൻഡ് യു മൈ പെൻ. എനിക്ക് സാധിക്കും കടം തരാൻ നിനക്ക് എൻ്റെ പേന. ഓക്കെ, ഐ ക്യാൻ ലെൻഡ് യു മൈ പെൻ. അത് നമുക്ക് മലയാളത്തിൽ എങ്ങനെ എഴുതാം? എൻ്റെ പേന ഞാൻ നിനക്ക് തരാം. എൻ്റെ പേന ഞാൻ നിനക്ക് തരാം. സെൻറ്റൻസിൻ്റെ അർത്ഥം പറയുമ്പോൾ എന്തിനാണ് ആ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്? എൻ്റെ പേന ഞാൻ നിനക്ക് തരാം എന്ന് പറയാനാണ് ആ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ പേന ഞാൻ നിനക്ക് തരാം, എൻ്റെ പേന ഞാൻ നിനക്ക് തരാം, അങ്ങനെ എഴുതിയാൽ മതി അർത്ഥം. ഓക്കെ, പക്ഷെ ഞാൻ വാക്ക് വെച്ചാണ് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഐ ക്യാൻ ലെൻഡ് യു മൈ പെൻ. He lent me his book. He lent me his book. അവൻ എനിക്ക് അവൻ്റെ പുസ്തകം തന്നു. He lent me. അവൻ എനിക്ക് കടം തന്നു. His book. അവൻ്റെ പുസ്തകം. He lent me his book. അവൻ എനിക്ക് കടം തന്നു. His book. അവൻ്റെ പുസ്തകം. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടം തന്നു എന്നുള്ള രീതിയിലല്ല നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവൻ എനിക്ക്
പുസ്തകം തന്നു, അവൻ്റെ പുസ്തകം തന്നു, അവൻ എനിക്ക് അവൻ്റെ പുസ്തകം തന്നു, അത്രേ പറയേണ്ടതുള്ളൂ. ഓക്കെ, പക്ഷെ ലെൻറ്റ് മീ അതാണ് പ്രയോഗം, രീതി അതാണ്. ഓക്കെ, ഹീ ലെൻറ്റ് മീ ഹിസ് ബുക്ക്, അവൻ എനിക്ക് അവൻ്റെ പുസ്തകം തന്നു. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണെന്ത്? ഹീ ലെൻറ്റ് മീ ഹിസ് ബുക്ക്. ഓക്കെ, ഹീ ലെൻറ്റ് മീ ഹിസ് ബുക്ക്, അവൻ എനിക്ക് അവൻ്റെ പുസ്തകം തന്നു. ഹീ ലെൻറ്റ് മീ ഹിസ് ബുക്ക്, ഹീ ലെൻറ്റ് മീ ഹിസ് ബുക്ക്. അടുത്തത്, ഷീ ഹാസ് ലെൻറ്റ് ഹെർ ടോയ്സ് ബിഫോർ. ഷീ ഹാസ് ലെൻറ്റ് ഹെർ ടോയ്സ് ബിഫോർ. ഷീ ഹാസ് ലെൻറ്റ് ഹെർ ടോയ്സ് ബിഫോർ. അവൾ മുമ്പ് അവളുടെ കളിപ്പാട്ടങ്ങൾ തന്നിട്ടുണ്ട്. മുമ്പ് തന്നിട്ടുണ്ട്. ഹാസ് ലെൻറ്റ് V3 form. Okay, she has lent her toys before. My friend is lending his car. My friend is lending his car. എൻ്റെ സുഹൃത്ത്, my friend, എൻ്റെ സുഹൃത്ത്, is lending, കടം കൊടുക്കുന്നു, is lending, കടം കൊടുക്കുന്നു, is lending, his car, അവൻ്റെ കാർ. എൻ്റെ സുഹൃത്ത് അവൻ്റെ കാർ കടം കൊടുക്കുന്നു അല്ലെങ്കിൽ കടം കൊടുക്കുന്നുണ്ട്. മൈ ഫ്രണ്ട് ഇസ് ലെൻഡിങ് ഹിസ് കാർ. മൈ ഫ്രണ്ട് ഇസ് ലെൻഡിങ് ഹിസ് കാർ. മൈ ബ്രദർ ലെൻഡ്സ് ഹിസ് ഹെൽപ്പ് ഓഫൻ. മൈ ബ്രദർ ലെൻഡ്സ് ഹിസ് ഹെൽപ്പ് ഓഫൻ. ഓഫൻ ടി സൈലൻ്റ് ആണ്. ഓഫൻ പലപ്പോഴും. എൻ്റെ സഹോദരൻ പലപ്പോഴും സഹായം നൽകാറുണ്ട് അല്ലെങ്കിൽ സഹായിക്കാറുണ്ട്. സഹായിക്കുന്നു, സഹായിക്കും. ഓക്കെ, മൈ ബ്രദർ ലെൻഡ്സ് ഹിസ് ഹെൽപ്പ് ഓഫൻ. എൻ്റെ സഹോദരൻ പലപ്പോഴും ഹിസ് ഹെൽപ്പ് അവൻ്റെ സഹായം നൽകുന്നു, നൽകാറുണ്ട്, നൽകും. ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. അത് ഹിസ് സ്വഭാവം. ഓക്കെ, മൈ ബ്രദർ ലെൻഡ്സ് ഹിസ് ഹെൽപ്പ് ഓഫൻ. അത് അയാളുടെ ശീലമാണ്, ആൾ സ്ഥിരം ചെയ്യുന്നതാണ്, പലപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, മൈ ബ്രദർ ലെൻഡ്സ് ഹിസ് ഹെൽപ്പ് ഓഫൻ. എൻ്റെ സഹോദരൻ പലപ്പോഴും അവൻ്റെ സഹായം നൽകുന്നു, നൽകാറുണ്ട്, സഹായിക്കാറുണ്ട്. എൻ്റെ സഹോദരൻ പലപ്പോഴും സഹായിക്കാറുണ്ട്. അങ്ങനെയും അർത്ഥം എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ടീച്ചറുടെ കൂടെ സെൻറ്റൻസസ് വായിച്ചാലോ ഒരു 3 തവണ. ഓക്കെ, റെഡി? I can lend you my pen. I can lend you my pen. I can lend you my pen. He lent me his book. He lent me his book. He lent me his book. She has lent her toys before. She has lent her toys before. She has lent her toys before. My friend is lending his car. My friend is lending his car. My friend is lending his car. My brother lends his help often. My brother lends his help often. My brother lends his help often. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത അറ്റൻഡൻസ് V1, V2, V3, V4, V5 ഫോംസ് ഓഫ് ലെൻഡ്. ഓക്കെ അല്ലേ? മക്കളെ, നമ്മൾ ഇന്ന് ഏതാ വാക്കുകൾ പഠിച്ചത്? ഏതാ വാക്കുകളല്ല, ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? ലീഡ്, ലെൻഡ്. ലീഡ്, ലെൻഡ്. ഓക്കെ, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക. ഓക്കെ, ലീഡ് നയിക്കുക. V1 ഫോം ബേസ് ഫോം ലീഡ്, V2 ഫോം പാസ്റ്റ് ഫോം ലെഡ്, V3 form past participle form led, V4 form present participle form leading, V5 form third person singular present form leads. Lead, led, led, leading, leads. Lead, led, led, leading, leads.
ഓക്കെ അല്ലേ? അടുത്ത വാക്കാണ് ലെൻഡ്. ലെൻഡ് കടം നൽകുക. ഓക്കെ, V1 ഫോം ബേസ് ഫോം ലെൻഡ്, V2 ഫോം പാസ്റ്റ് ഫോം ലെൻഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലെൻഡ്, V4 ഫോം present participle form lending, V5 form third person singular present form lends. Lend, lent, lent, lending, lends. Lend, lent, lent, lending, lends. അപ്പോൾ എന്ത് ചെയ്യണം? ലീഡ് അതുപോലെ തന്നെ ലെൻഡ് എന്നുള്ള രണ്ട് വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, ലീഡ്, ലെഡ്, ലെഡ്, ലീഡിങ്, ലീഡ്സ്. ലെൻഡ്, ലെൻത്ത്, ലെൻത്ത്, ലെൻഡിങ്, ലെൻഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടം തുടങ്ങാം, റേസ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഒന്ന് ഉഷാറായ കൈയും കാലും ഒന്ന് അനക്കിയേ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരും ഇട്ടോ, അറ്റൻഡൻസ് ഇട്ടോ, വേർബ്സ് അതായത് V1, V2, V3, V4, V5 ഫോംസ് രണ്ട് വേർബ്സിൻ്റെയും ഇട്ടോ. ഇനിയാണ് നമുക്ക് തുടങ്ങാം. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. റൺ, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked,
kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears. Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, led, leading, leads. Lend, lent, lent, lending, lends. ഓക്കേ, ഓട്ടം കുറച്ച് സ്ലോ തന്നെയാണ് ടീച്ചർ ആക്കിയത്, എല്ലാവർക്കും വായിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. എത്ര തവണ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും തവണ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വാക്കുകളൊക്കെ ഉറക്കണം. ഒരു വാക്ക് നമ്മൾ ഒരു സംഭവം കാണുമ്പോൾ മലയാളം ആലോചിച്ച് ഇംഗ്ലീഷിലേക്കല്ല വരേണ്ടത്. ആ വാക്ക് അല്ലെങ്കിൽ ആ പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഇംഗ്ലീഷ് വേർഡ് തന്നെ വരണം. അങ്ങനെ ഒരു സ്പീഡിൽ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം എല്ലാ വാക്കുകളും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം വരുന്ന രീതിയിലായി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി എന്താ വേണ്ടത്? നമ്മൾ അത്രത്തോളം ആ വാക്കുകളെ ഭയങ്കരത്തിൽ നമുക്ക് പറഞ്ഞ് പദം വരുത്തുക എന്ന് പറയില്ലേ, ആ രീതിയിൽ നമ്മൾ പദം വരുത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫൈനൽ അറ്റൻഡൻസ് ഇവിടെ ഇട്ടോളൂ. വർക്ക്സൊക്കെ ചെയ്യണേ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.